ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് മീഷോയിലെ കുറച്ച് വാങ്ങിച്ച ഡ്രസ്സിൻ്റെ എന്ത് പറയാനാ റിവ്യൂ പറയാനാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വിഷ് ലിങ്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ മേടിച്ചിരിക്കുന്ന ഈ സാരി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഡ്രസ്സും ഞാൻ കാണിച്ചു തരാം ഗായ്സ്. അപ്പോൾ ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാൻ പറയേണ്ട പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ കൊടുക്കാനും മറക്കല്ല കേട്ടോ. പിന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയണം. മീഷോ ഹോളാണോ വേണ്ടേ, അല്ലെങ്കിൽ ഡ്രസ്സാണോ വേണ്ടേ, അല്ലെങ്കിൽ വീട്ടിലുള്ള എന്തെങ്കിലും ഉപകരണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ യൂസ് ചെയ്യണ എന്തെങ്കിലും സാധനത്തിൻ്റെയൊക്കെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ മീഷോയിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സാധനത്തിൻ്റെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഈ സാരി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ സാരി ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടെണ്ണം വേറെ ഡ്രസ്സ് മേടിച്ചേക്കണത് ഞാൻ കാണിച്ചു തരാം. ബ്ലാക്ക് ഡ്രസ്സാണ് മേടിച്ചേക്കുന്നത്. നമുക്ക് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബോഡിക്കോൺ ഡ്രസ്സാണ് മേടിച്ചിട്ടുള്ളത്. കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി അത് കുറേ താഴെ പോയി ഗൈസ്. അപ്പോൾ ഓൾറെഡി ഞാനിത് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ സൈഡിൽ കാണിക്കാം. പിന്നെ റേറ്റ് വരുന്നത് 600 രൂപയുടെ താഴെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര രസമായിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇത്. കണ്ടോ, ഒരു ഫുള്ള് ഇതുപോലെ ഗിൽട്ടറിങ് സാധനങ്ങളൊക്കെ വന്നിട്ട് ഇതുപോലെ ഈ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. നല്ല രസമാണ് കേട്ടോ. നമ്മൾ പക്ഷെ ഇത് ഒരൊറ്റ പ്രാവശ്യമൊക്കെ ചിലപ്പോൾ ഇടുള്ളൂ. അതുകൊണ്ട് ഒരു 600 രൂപയോ 500 600 ആ ഒരു റേഞ്ചിന് ഇടയിലാണ് കേട്ടോ വില വരുന്നത്. ഒരെണ്ണം ഞാൻ 400 രൂപയുടെ മേടിച്ചിട്ടുണ്ട്. സംഭവം നല്ല അടിപൊളിയാണ് ഗൈസ്. നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഫുൾ നമുക്ക് ബോഡി കവർ ചെയ്ത് മീൻസ് ബോഡിക്കോണായിട്ട് നിൽക്കും. പിന്നെ ഇച്ചിരി കൂടി സ്ലിം ആയിട്ടുള്ളവർ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാകുന്ന എനിക്ക് തോന്നുന്നു. ഞാൻ ഇട്ടിട്ട് ഒരു ഫോട്ടോ ഞാൻ സൈഡിൽ കാണിച്ചു തരാം. ഇച്ചിരി തടി ഉള്ള പോലെ എനിക്ക് തോന്നുന്നു. എന്നാലും നമ്മളൊരു ഹീൽസ് ഉള്ള ചെരുപ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ട്. പാർട്ടി വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല അടിപൊളിയാണ്. ഈ റേറ്റിന് ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് എന്ന് പറയണത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. നല്ല സ്വീക്കൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ആ ഒരു റേറ്റിന് ഇത് അഫോർഡബിൾ ആണ് കേട്ടോ. പിന്നെ എങ്കിൽ ഇതിൻ്റെ ബാക്കിൽ സിപ്പ് വരുന്നുണ്ട്. സിബാണ് വരുന്നത്. ഇത് കണ്ടോ, സിബാണ് വരുന്നത്. പിന്നെ ഇത് വെൽവെറ്റിൻ്റെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. വെൽവെറ്റാണ് ഇത് മുഴുവനായിട്ട് വരുന്നത്. വെൽവെറ്റും സൈഡിലുള്ള പോർഷൻ വെൽവെറ്റിൻ്റെ തന്നെ എന്തോ മെറ്റീരിയലിനകത്ത് ഇതുപോലെ സാധനം പിടിച്ചേക്കുന്നത്. ഇത് സ്ട്രെച്ചബിൾ ആണ് കേട്ടോ. ഇത് കുറച്ച് സ്ട്രെച്ചബിൾ ആണ്. ഞാൻ മേടിച്ചിരിക്കുന്ന സൈസ് മീഡിയമോ സ്മോളാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ലാർജ് XL ഡബിൾ XL ഒക്കെ അവൈലബിൾ ആണ് മീഷോൻ്റെ. അതിനകത്ത് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണ്ടവർ ലിങ്ക് കമൻറ്റ് ചെയ്യല്ലേ. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വിഷ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണം. ഞാൻ മേടിച്ചിട്ട് നല്ലതെന്ന് തോന്നുന്ന പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സാരി ആണെങ്കിൽ സാരി കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ബോഡിക്കോൺ ഡ്രസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഒരു പടം അതിനകത്ത് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കിട്ടും. 600 വില ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഒരാഴ്ചത്തോളം എന്തായാലും ഞാൻ മേടിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് വീഡിയോ എടുത്തത് ഇപ്പോഴാണ്. സംഭവം നല്ല അടിപൊളിയാണ് ഗൈസ്. നമ്മളൊരു റിസപ്ഷനൊക്കെ പോവുകയാണെങ്കിൽ തിളങ്ങും. നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇതിന് എനിക്ക് ചെറിയൊരു ഡിഫക്റ്റ് തോന്നി വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയതായിട്ടൊന്നുകൊണ്ട് അടിപ്പ് വിട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഡ്രസ്സ് മേടിച്ചാലും ഒന്നുകൂടി ഇതിനെ ഒരു അടിപ്പ് അടിക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ലാസ്റ്റ് ചെയ്യും കേട്ടോ. ചെറിയൊരു അടുപ്പിനകത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഒറ്റ സ്റ്റിച്ച് എന്തോ ഇതിനകത്ത് അടിച്ചിട്ടുള്ളൂ. അത് മാത്രം ചെറിയൊരു ഡിഫക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. അതർവൈസ് ഇത് സൂപ്പർ അടിപൊളി പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഞാൻ ഈ എടുത്തിരിക്കുന്ന സാരി ഇത് ഞാൻ വെറുതെ ജസ്റ്റ് ഒഴുക്കം മട്ടിൽ എടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സാരി മേടിച്ചിട്ട് വേറെ രീതിയിലൊക്കെ സ്റ്റൈൽ ചെയ്യാം. മീൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ വേറെ ഡ്രസ്സൊക്കെ അടിക്കൂലേ നമ്മൾ, അതുപോലെയൊക്കെ നിങ്ങൾക്ക് അടിച്ച് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്ത് കണ്ടോ. ഇതിങ്ങനെ തലബിളു എന്ന് നടക്കുന്ന പോലത്തെ ഒരു തുണിയാണ്. നമ്മൾ ഇതിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്കിന്നി ആയിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഞാനിത് വൈറ്റ് ബ്ലൗസിൻ്റെ കൂടെയാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ബ്ലൗസ് പീസ് ഒന്നും വരുന്നില്ല, സാരി മാത്രമായിട്ടാണ് വരുന്നത്. അങ്ങനെ ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ഇതും റിസപ്ഷനൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. ചിലപ്പോൾ വോയിസ് കുറച്ച് കുറവുണ്ടാകും. ഞാൻ മൈക്ക് യൂസ് ചെയ്തിട്ടില്ല. വോയിസിലുള്ള പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല. ഞാൻ അടുത്ത പ്രാവശ്യം വോയിസ് ഇടുമ്പോൾ മൈക്ക് വെച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു നമുക്ക് നേരത്തെ താഴെ പോയിട്ടുണ്ടായി ഗൈസ്. ഇതും കൂടെ അൺബോക്സ് ചെയ്ത് കാണിച്ചുതരാം. ഇത് വേറെ ഒരു ബ്ലാക്ക് ഡ്രസ്സാണ്. ഇതും നല്ല അടിപൊളിയാണ് ഗൈസ്. ഇത് ഞാൻ യൂസ് ചെയ്തായിരുന്നു, ഇട്ടിട്ട് പുറത്തൊക്കെ പോയായിരുന്നു. ഇതിനും റേറ്റ് എത്രയോ 419 അങ്ങനെ എന്തോ ആണ് വരുന്നത് കേട്ടോ. കറക്റ്റ് എനിക്കറിയില്ല. ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. അതിനകത്ത് ഏതോ ഒരെണ്ണം മേടിച്ചത് 400 ആയിരുന്നു റേഞ്ച് വരുന്നത്. ഇത് ഭയങ്കര അടിപൊളിയാണ് ഗൈസ്. ഇത് കണ്ടോ, ഫ്രണ്ടിൽ ഇതുപോലെ നെറ്റിൻ്റെ പോർഷനാണ് വരുന്നത്. നമുക്ക് നമ്മൾ കഴുത്തിലിടുന്ന ഈ ഒരു വശത്ത് നെറ്റിൻ്റെ ഇതാണ് വരുന്നത്. ട്രാൻസ്പെറൻ്റ് ആണ്. കൈ വരുന്നതും ഇതുപോലെ ട്രാൻസ്പെറൻറ്റും ഇതുപോലെ ഗിൽറ്റ് വെച്ചിട്ടുണ്ട്.
മറ്റേ ഡ്രസ്സും എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. കാരണം ഭയങ്കര രസമാണ്. ഇതും ഒരു ബോഡിക്കോൺ ടൈപ്പാണ്. പക്ഷേ എങ്കിൽ ഞാൻ ഇത് മേടിച്ചത് മീഡിയം സൈസായിപ്പോയി. അപ്പോൾ സ്മോൾ മേടിച്ചെങ്കിൽ കറക്റ്റ് ഫിറ്റായനെ. അപ്പം ഞാനിത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ 2 ബട്ടൺ കണ്ടോ, ഇത് ഞാൻ അവിടെ അകത്തൊരു കോയിൻ വെച്ചിട്ട് ഇങ്ങനെ ഒരു കോയിൻ അകത്ത് വെച്ചിട്ട് മുകളിൽ നിന്നൊരു ഡിസ്കോ ബാൻഡ് ഇട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ നല്ല ഭംഗിയിൽ അത് വെയർ ചെയ്യാൻ പറ്റി എനിക്ക് കേട്ടോ. അപ്പോൾ നല്ല ഷേപ്പായിട്ടിരുന്നു. ഞാൻ ഷേപ്പൊന്നും ചെയ്തില്ല, അതിന് പകരം ഞാൻ ആ കോയിനാണ് യൂസ് ചെയ്തത്. ഇതിൻ്റെ താഴെ ഡിസൈനൊന്നും വന്നില്ല, പ്ലെയിൻ ആയിട്ട് ഇത് ഇതുപോലെ അടക്കുന്നത്. ഇതും വലിയണ ഒരു ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ. ഇവിടെ നല്ല കാറ്റുണ്ട് ഗൈസ്, മഴയില്ലാത്ത ഒരു വെയിലുള്ള ദിവസം കിട്ടിയത് എന്താണ്, അതുകൊണ്ടാണ് ഞാനൊന്ന് വീഡിയോ എടുത്തത്. കണ്ടോ, നൈസാണ് ഗൈസ്, ഇത് നല്ല രസമുണ്ട്. സോ ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിന് പുറകിൽ സിപ്പ് ഇതിനും ഉണ്ട് കേട്ടോ, ഇതിന് സിപ്പുണ്ട്. ഇത്രയും പോർഷനിൽ സിപ്പ് വരുന്നുണ്ട് കേട്ടോ, ഇത്രയും പോർഷനിൽ ഇതിന് സിപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഷേപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ തയ്ക്കൊന്നും വേണ്ട, ഇങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ കോയിനൊക്കെ വെച്ചിട്ട് അങ്ങനെയുള്ള DIYs ഒക്കെ ചെയ്തിട്ട് നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ഫിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾക്കിപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ട് കിട്ടിയത് നമുക്ക് എവിടെയെങ്കിലും പോകേണ്ട ഫംഗ്ഷൻ്റെ എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷേപ്പ് ചെയ്യാൻ നിൽക്കാണ്ട് ഇതുള്ള കോയിൻ്റെ ട്രിക്സ് ഒക്കെ യൂസ് ചെയ്യും. ഇനി അത് അറിയില്ല ഉള്ളവരുണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം എങ്ങനെയാണ് കോയിൻ യൂസ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്യാന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് കുറച്ച് ടോപ്സ്, ക്രോപ്പ് ടോപ്സ് ആണ്. അത് നമുക്ക് സാരിക്ക് ബ്ലൗസായിട്ട് വെയർ ചെയ്യാം കേട്ടോ. ഇത് ട്രെൻഡിങ് ആയിട്ടുള്ളതല്ല, എല്ലാവരും യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ഒരു തിൻ ടൈപ്പ് ഒരു ടോപ്പാണ്. ഇത് നമുക്ക് ജീൻസിൻ്റെ കൂടെ വെയർ ചെയ്യാം, വേണമെങ്കിൽ സാരിയുടെ കൂടെ ബ്ലൗസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. ബനിയൻ ടൈപ്പാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന് കുറച്ചും കൂടി ഇറക്കം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇടയ്ക്ക് ആലോചിക്കും. ജീൻസൊക്കെ ഇടുമ്പോൾ നമ്മുടെ വയറിന് പൊക്കിളിനൊക്കെ തൊട്ട് താഴെ നിൽക്കുള്ളൂ. അപ്പോൾ നമ്മൾ കൈയൊക്കെ പൊക്കുമ്പോൾ ഇങ്ങനെ എല്ലാം പരിക്കും. അപ്പോൾ അങ്ങനെ പ്രശ്നമില്ലാത്തവർക്ക് വാങ്ങാം, ക്രോപ്പ് ടോപ്പായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഹൈ വേസ്റ്റ് ജീൻസ് ഇടുവാണെന്നെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ കളർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമ്മൾ ബ്രൈറ്റൻ ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതും 280 രൂപയേ ഉള്ളൂ. അപ്പോൾ അത് അടിപൊളിയാണ്. പിന്നെ ഞാൻ ഇതുപോലെ ഒരു ബ്ലൗസ് മേടിച്ചിട്ടുണ്ടായി. രീരിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്, രീരി മീൻസ് ചെവിയുടെ, അതിൽ നമ്മുടെ വീടിൻ്റെ ചുറ്റുമുണ്ട്. പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളതും ഇതും ഇതുപോലത്തെ ഒരു ടോപ്പാണ് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ബ്ലൗസായിട്ട് വെയർ ചെയ്യാം. ഈ ഫ്രണ്ട് പോർഷനിൽ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു അടിപ്പൊക്കെ കൊടുത്തതുകൊണ്ട് നല്ല രസമായിട്ട് നിൽക്കൂടെ, ഫുൾ കൈ ആണ് വരുന്നത്. ഇതും ഒരു ബനിയൻ ടൈപ്പാണ്. ഇതിനെല്ലാത്തിനും 300 രൂപയുടെ താഴെ ഉണ്ട് ക്രോപ്പ് ടോപ്സ് ഒക്കെ ഞാൻ മേടിച്ചേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കണ്ടോ സാരീൻ്റെ കൂടെ വെയർ ചെയ്യാം, പിന്നെ ബ്ലൗസായിട്ട് യൂസ് ചെയ്യാം, ക്രോപ്പ് ടോപ്പായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് മാച്ചാന്ന് തോന്നില്ല. ഈ സാരിയുടെ മുകളിൽ ഇതിട്ടുണ്ടെങ്കിൽ രസം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരു വീഡിയോ അങ്ങനെ ചെയ്യാം, എനിക്കിഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ ഇതൊരു ടോപ്പാണ്. അടുത്ത കാണിച്ചു തരാം. ഞാൻ വാങ്ങിച്ചതിൽ നല്ലതെന്ന് തോന്നിയത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇതും ഞാൻ ഫസ്റ്റ് തന്നെ കാണിച്ചതിൻ്റെ കളറിൻ്റെ കോളർ ടൈപ്പാണ്. ഇത് നല്ല രസമാണ് കേട്ടോ. വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കുമോ എന്നൊക്കെ ഓർത്തിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മടിയായിട്ട് നിങ്ങൾ കാർട്ടിൽ എടുത്തിട്ടിട്ടുണ്ടാണ് ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും ഇത്. ഞാൻ കുറേ നാൾ മേടിക്കണോ ബനിയൻ ടൈപ്പ് അല്ലേ, നല്ലതായിരിക്കും എന്നൊക്കെ ഓർത്ത് ലാസ്റ്റ് ഞാൻ മേടിച്ചാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫുൾ കൈണ്ട് വന്നിട്ടുണ്ട്, വീനെക്കാണ് വരുന്നത്. നമുക്ക് സാരിയുടെ കൂടെ ബ്ലൗസായിട്ട് വേണമെങ്കിൽ വെയർ ചെയ്യാം. ഇപ്പോൾ ഓണമൊക്കെ അല്ല വേണം, ഒരു വെറൈറ്റിക്ക് വേണ്ടി ക്രോപ്പ് ടോപ്പിൻ്റെ കൂടെ മറ്റേ സെറ്റ് മുണ്ടൊക്കെ കൊടുക്കുമ്പോൾ ഇത് വെച്ചിട്ട് വേറെ ആണെങ്കിൽ രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ മേടിച്ചത് ഒരു ബ്ലൗസാണ്. ഇത് ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ട്, ടാഗ് പോലും പിടിച്ചിട്ടില്ല ഗൈസ്, നോക്കിക്കേ. ഇത് നല്ല രസമാണ് കേട്ടോ. പ്ലെയിൻ ഒരു ടോപ്പാണ്, ക്രോപ്പ് ടോപ്പാണ്. നമുക്ക് സാരി ബ്ലൗസായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ സാരി ബ്ലൗസായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ടോപ്സും ബ്ലൗസ് പോലെ ഇരിക്കുന്നതും പിന്നെ നമുക്ക് ക്രോപ്പ് ടോപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് ബനിയൻ ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ XL large ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ മേടിച്ചിരിക്കുന്ന സൈസ് മീഡിയം ആണ് കേട്ടോ. ഞാൻ മേടിച്ചത് മീഡിയം ആണ്. എൻ്റെ കൈക്ക് കുറച്ച് പറഞ്ഞുള്ളതുകൊണ്ട് എനിക്ക് ഓരോന്ന് എടുക്കുമ്പോൾ ഡൗട്ടായിരിക്കും. പക്ഷേങ്കിൽ ഇതെനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടോപ്പാണ് കേട്ടോ, നല്ല ടോപ്പാണ്. നമുക്ക് ബ്ലൗസ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് ഇന്ന് അൺബോക്സ് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിൻ്റെ ലിങ്ക് നമ്മൾ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഇത് നമ്മൾ ഷോർട്ട് വീഡിയോ ഇടുന്ന സമയത്ത് ഓരോന്നിൻ്റെയും ഓരോ പ്രൊഡക്ട്സ് കാണിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ലിങ്ക് നിങ്ങൾ ചോദിക്കാണ്ട് എൻ്റെ പ്രൊഫൈലിൽ കയറിയിട്ടുണ്ടെങ്കിൽ വിഷ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഓരോ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ വിഷ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വിഷ് ലിങ്ക് ക്ലിക്ക് ചെയ്യണമെങ്കിൽ നേരെ ഡയറക്റ്റ് വിഷ് ലിങ്ക് കയറി നമ്മളിടുന്ന പ്രൊഡക്ട്സിൻ്റെ എല്ലാത്തിൻ്റെ, മീഷോൻ്റെ പ്രൊഡക്ട്സിൻ്റെ അല്ലെങ്കിൽ ആമസോണിൻ്റെ ആണെങ്കിലോ എല്ലാത്തിൻ്റെ എവിടെ നിന്നാണ് വാങ്ങുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിഷ് ലിങ്ക് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് കിട്ടും. മീഷോൻ്റെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം യൂട്യൂബിൽ നമുക്കത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഒരു ക്ലിക്ക് ചെയ്യണ ആ ലിങ്കിൻ്റെ ഒരു
ഒരു സംഭവം ഉണ്ടല്ലോ, നീല കളറിൽ വരുമല്ലോ ക്ലിക്ക് ചെയ്യുമ്പോൾ, അതുപോലത്തെ ഒരു സംഭവമായിട്ട് നമുക്ക് കമന്റ് ബോക്സിൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ് എല്ലാവരും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് കേട്ടോ. കമന്റ് ബോക്സിൽ നമുക്ക് പിൻ ചെയ്യാൻ പറ്റത്തില്ല. സോ ഈ ഒരു സാരീൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തേക്കാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. നമുക്ക് സാരിയായിട്ട് ഉടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ അനാർക്കലിയോ അങ്ങനെ ചുരിദാറോ അങ്ങനത്തെ ടൈപ്പ് എന്തെങ്കിലുമൊക്കെ തയ്ക്കൂല്ലോ, ഫ്രോക്കോ ബോഡിക്കോൺ ഡ്രസ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇത് വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യാട്ടോ. ഇതിനും 300-200 എന്തോ രൂപ തന്നെയുള്ളൂ. നല്ല രസമാണ് ഗൈസ് കാണാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ. ഇനി മീഷോ ഹോൾ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ. ടാറ്റാ. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണേ. ടാറ്റാ.